നമസ്കാരം, ഏവർക്കും ജ്യോതിഷാലയം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും 50 വർഷത്തിലധികമായി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ച, നിരവധി പുരസ്കാരങ്ങൾ, ദേശീയവും അന്തർദേശീയമായ പുരസ്കാരങ്ങൾ ലഭിച്ച ചാനലുകളിലെ നിറസാന്നിധ്യമായ ശ്രീ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. ശർമാജിയെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. മാതൃസ്ഥാനത്തും സൗഖ്യസ്ഥാനത്തും സൂര്യൻ പ്രവേശിക്കുന്നു കർക്കടകൻ രാശിയിലേക്ക്. കർക്കടകൻ രാശി എന്ന് പറയുമ്പോൾ അവിടെ മൺമറഞ്ഞു പോയ നമ്മള് പിതൃക്കള് മരിച്ചുപോയാൽ സ്വർഗം, നരകം, അല്ലെ പിതൃലോകം എന്നൊക്കെ കണ്ടിട്ടില്ല. ആരും മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ലെങ്കിലും ഇങ്ങനെയൊരു സാങ്കല്പികമുണ്ട്. ഏത് മാസത്തോളം മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആത്മാക്കൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് കർക്കിടക മാസത്തിലെ ഈ കർത്തവാവ് നാളിന് ഈ പിതൃക്കളെ ദൈവം അവരവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക്, ആരൂഢത്തിലേക്ക് വിടുകയും അനന്തര അവകാശികളെയൊക്കെ ഒന്ന് കണ്ടേച്ച് വരാൻ വേണ്ടി അനുവാദം കൊടുക്കുകയൊക്കെ ചെയ്യുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ കർക്കിടക വാവിന് ബലിയിടുന്നതും ഈ ചോറ് കൊടുക്കുന്നതും വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം, പ്രപഞ്ചശക്തികളെ കൊണ്ട് അതിനൊക്കെ വരിക. അത് കാക്കയിൽ ആവേശിക്കുകയും അന്നത്തെ ദിവസം ഒരു പ്രത്യേക കാക്കയൊക്കെ വരും, ബലിക്കാക്ക. നമ്മൾ അതുവരെ കാണാത്ത ഒരു മൂപ്പൻ വരികയും കാവതി കാക്കകളും ഒക്കെ ഉണ്ട്. കൂടുതൽ ഇത് കേരളത്തിലാണ് അനുഷ്ഠിക്കുന്നിടത്താണ് ഈ വിശ്വാസമുള്ളൂ. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ കാക്കയൊന്നും വരണമെന്നില്ല. എന്നാലും കർക്കിടക മാസമൊക്കെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ആചാരങ്ങളും അവിടെ ആചരിക്കുന്നവർക്ക് ആചരിക്കാം. കേരളത്തിൽ കണ്ടുവരുന്നത് ജലാശയങ്ങളിൽ, പുണ്യ നദികളിൽ ഈ പിതൃക്കൾക്ക് വേണ്ടി തർപ്പണം ചെയ്യുന്നു. അതങ്ങനെ നിൽക്കട്ടെ. നമുക്ക് മേടൻ രാശി മുതൽ എടുക്കാല്ലേ. ആ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തികയുടെ ആദ്യ പാദം, അതായത് 15 നാഴിക. ഇത് മേടൻ രാശിയാണ്. ഉദ്യോഗാർത്ഥികൾക്കും ചെറിയ തോതിൽ ജോലി കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഈ മാസം കിട്ടും, ചിലർക്ക് ജോലിക്ക് മുന്നറിയിപ്പ് മെമ്മോ കിട്ടും, ചിലർക്ക് ജോലി കിട്ടി ഒരാഴ്ചയായിരിക്കും. പൊതുവെ കിട്ടാനുള്ള സാധ്യത. ഇന്റർവ്യൂവിനും ടെസ്റ്റിനും പോകുന്നവർക്ക് ഉറപ്പായിട്ടും പാസ്സായി എന്നുള്ള റിസൾട്ട് അവർക്ക് കമ്പ്യൂട്ടറിലോ വാട്സാപ്പിലോ മറ്റേതെങ്കിലും മേഖല അറിയാനെങ്കിലും ഈ കർക്കിടക മാസം ഇടയാവും. ഇനി ഇതിലൊന്നും പോയില്ലെങ്കിലും ഒരു താൽക്കാലിക ജോലിയെങ്കിലും കിട്ടും. നല്ല ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് കൂടിയ ടെസ്റ്റ് ഇന്റർവ്യൂവിന് ഉറപ്പായിട്ടും നല്ല വിജയം. സർവീസിൽ ഇരിക്കുന്നവർക്ക്, ജോലിയിൽ ഇരിക്കുന്നവർക്ക് വളരെ വിശേഷപ്പെട്ട ചില കാര്യങ്ങൾ, തണുപ്പും ചൂടും. കർക്കിടകത്തിൽ 10 ഉണക്കമാണ്, അതായത് ഏറ്റവും കൂടുതൽ ചൂടുള്ള മാസം സത്യത്തിൽ കർക്കിടകം. പറഞ്ഞാൽ മനസ്സിലാവുകയല്ല, കാരണം തണുപ്പുള്ള സമയമല്ലേ. ആ കർക്കിടക മാസത്തിലെ 10 ദിവസത്തെ സൂര്യന്റെ ചൂട് ഭയങ്കരമായിരിക്കും. ഇത് പ്രാണന്റെയും പിതൃക്കളുടെയും ഒരു ഗ്രഹമാണ് സൂര്യൻ. സൂര്യൻ കർക്കിടകത്തിൽ വരുമ്പോൾ പിതൃക്കൾക്ക് അവിടെ ഒരു പ്രാധാന്യം വരും. ആ പിതൃക്കളുടെ ഒരു സന്നിവേശം ഈ വിദ്യാർത്ഥികളിലേക്ക് ഉണ്ടാവും. അത് കാരണം പനി മുതലായിട്ടുള്ള അസുഖങ്ങൾ, ജലദോഷങ്ങൾ, ചൂട് കൂടുതൽ വരിക. അപ്പം പ്രകൃതി മാറി വരുമ്പോൾ ഇതുണ്ടാവും എന്ന് നമുക്ക് സയന്റിഫിക്കലായിട്ടും യുക്തിസഹജമായിട്ടും പറയാമെങ്കിലും ഇത് ഈ യുക്തിസഹജമായിട്ടും സയന്റിഫിക്കലായിട്ടും വരുന്നതും ഈ പ്രമാണസഹിതം ആണ് വരുന്നത്. അപ്പം രോഗാതി ദുരിതങ്ങൾ, പ്രത്യേകിച്ച് ഉഷ്ണഹേതുവായിട്ടുള്ള ഇത് വാതജന്യ രോഗങ്ങളും ഒക്കെ വരാം. അത് വിദ്യാർത്ഥികൾക്ക് പഠിത്തത്തെ കാര്യമായി ബാധിക്കുന്നില്ല. പുതിയ പഠന വിഷയങ്ങൾ, പഠന ഉത്സാഹം, പഠന വിജയം, നല്ല മാർക്ക്, പഠിക്കണം എന്നുള്ള തോന്നലുകൾ, പ്രത്യേകിച്ച് ഉപരിപഠനത്തിന് വിദേശത്തേക്കൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് അനുകൂലമായ സന്ദർഭം. പിന്നെ പ്രൊമോഷന് കാത്തിരിക്കുന്നവർക്ക് അവർക്ക് ടെസ്റ്റ് ഇന്റർവ്യൂ വിജയിക്കും. പ്രൊമോഷനോട് കൂടി ട്രാൻസ്ഫർ ഉണ്ടാവും. ഉയർന്ന ശമ്പളം ലഭിക്കാനുള്ള ഉയർന്നെന്ന് വെച്ചാൽ ആ കാറ്റഗറി കിട്ടാവുന്ന ശമ്പളം അതിലേ കിട്ടുള്ളൂ, അത് കിട്ടും. പിന്നെ
ലോണിന് അപേക്ഷിക്കുന്നവർക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത. കാരണം പൊതുവെ ഇപ്പൊ ലോണൊക്കെ മടുപ്പാണ്, എങ്കിലും ലോൺ കിട്ടാനുള്ള സാധ്യത. ലോണിന്റെ കാര്യം പറഞ്ഞപ്പോഴേ വീട് പണിയാൻ ആ. ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ പാതി വഴിയിൽ വീടിന്റെ നിർമ്മാണം, അപ്പൊ ആദ്യ വലിയ വീടിന്റെ നിർമ്മാണം ഇരിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള സാമ്പത്തിക സഹായമായ ലോണ്, മറ്റേതെങ്കിലും ചുറ്റി ബ്ലേഡ് നമുക്ക് ശുപാർശ ചെയ്യാൻ പറ്റുകയില്ലെങ്കിലും വായ്പ അത് പെടുത്താം, അങ്ങനെ കിട്ടുക, പൂർത്തീകരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് മുക്കാൽ ഭാഗമെങ്കിലും ഗ്രഹവസ്തു വാഹന ഖനക വേഷഭൂഷണാദി യോഗം. ഗ്രഹം പണിയുക, പുതുക്കുക, വാങ്ങുക, എക്സ്റ്റൻഷൻ ചെയ്യുക, വസ്തു മതിൽ കെട്ടുക, അല്ലെ പോക്കുവരത്ത് ചെയ്യുക, അതിന്റെ കരകടച്ച് കാര്യങ്ങൾ വരിക, അല്ലെ കണ്ടെത്തുക, വസ്തു വേണമെന്നൊരു തീരുമാനം വരിക, റിയൽ എസ്റ്റേറ്റ് ഉള്ളതൊക്കെ അതിന്റെ ഒരു ധാരണ വരിക. ഈ വസ്തു വിൽക്കാതെ കിടക്കുന്നത്, വിൽക്കാതെ കിടക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ധാരണ, ആരെങ്കിലും ഇത് ഏറ്റെടുത്ത് വിറ്റോളാം അല്ലെങ്കിൽ എടുത്തോളാം എന്നൊരു എഗ്രിമെന്റ് എങ്കിലും കിട്ടും. വിറ്റില്ലേലും, കാരണം കർക്കിടക മാസത്തില് വിശ്വാസം ഇല്ലാത്തവര് പോലും കൊടുക്കൽ വാങ്ങലുകളില്ല. അപ്പൊ ആ സമയത്ത് കരിമാസം എന്ന് പറയും തമിഴില്, ട്രാൻസാക്ഷൻ ഇല്ല. ഇപ്പൊ എല്ലാം ഈ മൊബൈൽ വഴി ഉള്ളതായതുകൊണ്ട് ആ വക ആചാരങ്ങൾ ഇപ്പൊ ഇല്ല. കാരണം എന്താ വെച്ചാൽ ട്രാൻസാക്ഷൻ ചെയ്തല്ലേ പറ്റുള്ളൂ. ഒരു കാപ്പ് കുടിച്ചാലും അത് കൊടുക്കണം. അത് കർക്കിടക മാസമാണ്, ഞങ്ങൾ തരൂല്ല എന്ന് പറഞ്ഞാൽ കാപ്പിയും കുടിക്കണ്ടെന്ന് പറയും, അല്ലെ ആഹാരവും മേടിക്കണ്ട, കർക്കിടക മാസമല്ലേ. അതുകൊണ്ട് കൊടുക്കാൻ വാങ്ങലൊക്കെ ചെറിയ വലിയ ബിഗ് ആയിട്ടുള്ള എഗ്രിമെന്റുകൾ പറ്റിയാണ്. 28, 29, 30 തീയതികൾ ഈ രാശിക്കാർക്ക്, 28, 29 മാസാവസാനം കുടുംബപരമായിട്ടും തൊഴിൽ പരമായിട്ടും സാമ്പത്തികപരമായും മൊത്തത്തിൽ ആരോഗ്യപരമായും ഭരണപരമായും ദാമ്പത്യപരമായും കൊടുക്കൽ വാങ്ങലുകൾ സംബന്ധമായും സാമൂഹ്യപരമായും നമ്മള് പിതൃക്കള് മരിച്ചുപോയാൽ സ്വർഗം നരകം, അല്ലെ പിതൃലോകം എന്നൊക്കെ കണ്ടിട്ടില്ല, ആരും മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ലെങ്കിലും ഇങ്ങനെയൊരു സാങ്കല്പികമുണ്ട്. ഏത് മാസത്തോളം മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആത്മാക്കൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് കർക്കിടക മാസത്തിലെ ഈ കർത്തവാവ് നാളിന് നല്ല ഡേറ്റുകളാണ്. നല്ല ഡേറ്റ് എന്ന് വെച്ചാൽ ആഗസ്റ്റ് മാസത്തിൽ ഏറ്റവും പ്രയോജനപ്രദമായ എന്ന് വിചാരിച്ച് ഒരു ബമ്പർ എടുത്തിട്ട് ഇത് ഫസ്റ്റ് അടിക്കണം, അല്ല അങ്ങനത്തെ കൊനസ്റ്റ് ചോദ്യം ചോദിക്കാൻ തന്നെ ശമ്പളത്തിന് ആളിരിപ്പുണ്ട്. നമുക്കറിയാം, ഈ പ്രസ്ഥാനം നമ്മളിരുന്ന് 10-50 കൊല്ലമായിരുന്നു ചോദ്യം ചോദിക്കുമ്പോൾ. അങ്ങനത്തെ അല്ല ജീവിതത്തിലെ ഏറ്റവും, എല്ലാവരും എപ്പോഴത്തെ എല്ലാം ഒടിക്കും. ആ എടുക്കുന്ന സമയത്തെ ഏറ്റവും വലിയ ഭാഗ്യവാനല്ലേ അടിക്കൂ. അതാണ് ഭാഗ്യക്കുറി എന്ന് പറയുന്നത്. നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും അത്തരം ചോദ്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിർമ്മാതാവിനോട് ചോദിക്കാം. ഒരു ഭാഗ്യക്കുറി എടുത്തിട്ടുണ്ട്, 29, 30, 31 തീയതികളിൽ അടിക്കുവോ എന്ന് ചോദിച്ചാൽ പ്രക്ഷേപണത്തിൽ ഉണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ എന്നെ ആ ഓടിച്ചോണ്ടിരുന്ന ബൈക്ക് സ്റ്റാൻഡേ വെച്ച് മറിഞ്ഞു പോയി. സ്റ്റാൻഡ് ശരിയായിട്ടുണ്ടോ നോക്കുന്നില്ല. ഈ ആള് ലഹരിയാണോ എന്നുള്ളതും അറിയുന്നില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ 29, 30, 31 തീയതികളിലെ മാസാവസാനം സാമ്പത്തികപരമായിട്ട്, തൊഴിൽപരമായിട്ട്, ആരോഗ്യപരമായി, ദാമ്പത്യപരമായി, സാമൂഹ്യപരമായി, തൊഴിൽപരമായി, കുടുംബപരമായി, ഭരണപരമായി ഏർപ്പെടും വ്യാപരിക്കും മേഖലകൾ സന്തോഷം, മംഗളം, മനസ്സമാധാനം, നല്ല ഭക്ഷണം, മനസ്സമാനമായിട്ടുള്ള ഭക്ഷണം, നല്ല ഉറക്കം, സമാധാനം, നല്ല വാർത്തകൾ, ഇതൊക്കെ സഹായം, ഒരു ഉന്നതന്റെ അല്ലെ ഒരു ഉന്നതയുടെ ഒരു വാക്കാലോ പ്രവർത്തിയാലുള്ള ഒരു സഹായം ഇത്രയും ലഭിക്കുന്നതാണ്. ആഗസ്റ്റ് മാസം അങ്ങനെ നല്ല രീതിയിൽ മേടരാശിക്കാർക്ക്, വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും കലാരാഷ്ട്രീയ സമുദായങ്ങൾക്ക് അവർക്ക് വ്യത്യസ്തമായ ചില രീതികളിലേക്ക് അവർ ഒരു ലയനം കാണുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്ക് വേറൊരു കുറച്ച് സംഘടനകളുമായിട്ട് ബന്ധപ്പെടാൻ, പുതിയ സ്ഥാനമാനങ്ങൾ തേടി വരാൻ, അതിന് സ്ഥാനാരോഹണം ലഭിക്കാനും ഒക്കെ ഉള്ള അവനവന്റെ കഴിവനുസരിച്ച് എല്ലാവർക്കും ഇപ്പൊ അതിന്റെ ഏറ്റവും സൂപ്പറാവാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഈ സമയത്ത് ട്രാൻസാക്ഷൻ, കൊടുക്കൽ വാങ്ങലുകളിൽ സാമ്പത്തികം പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നൊക്കെ വരും. അതിന് ചിങ്ങമാസം എടുക്കും. കൂടുതൽ പണം മുടക്കി കൂടുതൽ ആസ്വാദനം വരേണ്ട കാര്യങ്ങൾക്കാണ് ഇപ്പൊ ഈ മുഹൂർത്തങ്ങൾ പോകുന്നത്. ലക്ഷങ്ങൾ, കോടികൾ. അപ്പം ലോൺ, ചിട്ടി മുതലായതൊക്കെ അതുപോലെ തന്നെ ഈ പണം
കടം കൊടുത്തത് തിരിച്ചു കിട്ടുക, പിന്നെ പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തിരിച്ചു പണയത്തിലിരിക്കുന്ന ആഭരണം അതിലെ കനകവേഷഭൂഷണാദികൾ. കനകം എന്ന് പറഞ്ഞാൽ സ്വർണം. അത് ആഭരണമായിരുന്നാലും ബിസ്ക്കറ്റ് ആയിരുന്നാലും അത് പണയം വെച്ചിരിക്കുന്നതാണെങ്കിലും കൊടുത്തതാണെങ്കിലും അത് തിരികെ വാങ്ങാനുള്ള ഒരു യോഗം, അതിനുള്ള പണം കിട്ടും. വേഷഭൂഷണാദികൾ, പുതിയ പാൻസ്, ഷർട്ട്, സാരി, അല്ലെ മോഡേൺ ഈ നൂറ്റാണ്ടിന് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ മാസം അവസാനം, ആഗസ്റ്റ് മാസം അവസാനമായിരിക്കും ഇത് കിട്ടുന്നത്. അതിന് നമുക്ക് ഡേറ്റുകൾ പറയാം, സൂട്ടബിൾ ആയിട്ടുള്ള ഡേറ്റ്. പൊതുവെ സമൂഹത്തിലെ ഒരു ഉന്നത വ്യക്തിയുടെ സഹായം ഉണ്ടാവും. അതാണ് ഈ രാശിക്കാരുടെ പ്രത്യേകത. അശ്വതി ഭരണി കാർത്തിക സമൂഹത്തിലെ ഒരു ഉന്നത വ്യക്തി, അത് സ്ത്രീയായാലും പുരുഷനായാലും, മന്ത്രി തുല്യന്മാരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ MLA MP മേഖലകളോ അല്ലെങ്കിൽ ധനാഢ്യയോ അല്ലെങ്കിൽ വലിയ പേരും പ്രസിദ്ധിയുള്ള അല്ലെങ്കിൽ അവരിൽ നിന്ന് കാതലായ എന്തോ ഒരു സഹായം മനസ്സുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ കർമ്മണ പ്രവർത്തികൾ കൊണ്ടോ ഹസ്താഭ്യാം ബൽഭ്യ കൈകാലുകൾ കൊണ്ടോ ഉദ്രേണ ശിഷ്ണ ജീവിക്കാനുള്ള ഒരു ഉപാധി, ജോലിക്കുള്ള ഉപകാരം ചെയ്യുകയോ, അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും ഒരു വിശിഷ്ട വ്യക്തിയെ കൊണ്ട് ഒരു ഉപകാരം കിട്ടുന്ന മാസമാണ് ഈ രാശിക്കാർക്കുള്ളത്. ശാരീരിക അസുഖങ്ങൾ പരിഗണിക്കണം. ഉഷ്ണം ഹേതുവായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവും. കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക്, സർവീസിലിരിക്കുന്നവർക്ക്, ബിസിനസ്സുകാർക്കും കാര്യം ഉപദേശം, ശാരീരിക സഹായം, മാനസിക സഹായം, കാരുണ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ളവ ചെയ്യുന്നത് നല്ലതാണ്. ശനിയാഴ്ച ദിവസം ചെയ്താൽ കൂടുതൽ. പിന്നെ ശനി ആഴ്ച ദിവസം ശിവന്റെ ക്ഷേത്രത്തിലും അയ്യപ്പന്റെ ക്ഷേത്രത്തിലും ഈ നെയ്വിളക്ക് മുതലായ വഴിപാടുകളൊക്കെ ചെയ്തു പോകുന്നത് നല്ലതാണ്. ഇതോടെ 2026 ഓഗസ്റ്റ് മാസത്തിലെ മേടൻ രാശിക്കാരുടെ ഫലങ്ങൾ ഗുണമാകുന്നു. വീണ്ടും പുതിയ വിശേഷങ്ങളുമായി